ന്യായാധിപന്മാർ 16:15. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ദലീല ശിംശോൻ്റെ ശക്തിയുടെ രഹസ്യമറിയുവാനായി അവനെ വൈകാരികമായി തളർത്തുവാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുൻപ് 3 തവണ ശിംശോൻ തൻ്റെ ശക്തിയുടെ രഹസ്യമെന്ന പേരിൽ ദലീലയോട് കള്ളം പറഞ്ഞിരുന്നു. അതിനെ ചൂണ്ടിക്കാണിച്ചാണ് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നത്. ദൈവം നൽകിയ നാസീർ വ്രതത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ ശിംശോൻ നിർബന്ധിതനാകുന്ന സാഹചര്യമാണിത്. ഇന്ന് ദൈവമക്കളോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമായി ഇതിനെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ പൂർണ്ണമായ ഹൃദയത്തോടെയാണോ നാം അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മത്തായി 15:8 ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ യെശയ്യാവിനെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ ജനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാപട്യം, കപടഭക്തി ദൈവം വെറുക്കുന്ന ഒന്നാണ്. ഹൃദയത്തിൻ്റെ നിർമ്മലത ദൈവം ആഗ്രഹിക്കുന്നു. 2 തിമോത്തി 1:3-4 വാക്യങ്ങളിൽ പൗലോസ് നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. മർക്കോസ് 12:30 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത് ഏറ്റവും മുഖ്യമായ കൽപ്പനയായി കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹൃദയം കർത്താവിൽ ഏകാഗ്രമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഏകാഗ്രതയെ ഇല്ലാതാക്കുവാൻ പിശാച് പലതും കൊണ്ടുവരും. എന്നാൽ യിരെമ്യാവ് 15:11 ദൈവം പറയുന്നു, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം എന്ന്. നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ വഴി നടത്തുവാൻ, സംരക്ഷിക്കുവാൻ, ജയോത്സവമായി നടത്തുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തോടുള്ള ഏകാഗ്രമായ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് 2:4 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മെക്കുറിച്ച് പറയാതിരിക്കുവാനായി നമുക്ക് മടങ്ങി വരാം. ദൈവത്തോടുള്ള സ്നേഹം നമ്മിൽ നിറയുവാനിടയാകട്ടെ. അതാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്, ആപത്തുകളിൽ കാക്കുന്നത്, നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്. ഇന്നൊരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് അർപ്പിക്കാം. പരമോന്നതനായ ദൈവത്തോടുള്ള സ്നേഹം നമ്മിൽ നിറഞ്ഞു കവിയട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.